വന്ന് വന്ന് നിങ്ങൾ വാതുറന്ന കള്ളം മാത്രമേ പറയാനുള്ളല്ല. മിനിയെന്നാ വന്നപ്പോ പറഞ്ഞ് ഇന്നലെ വാ ഉച്ച കഴിയുമ്പോ പൈസ തരാന്ന്. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോ വന്നപ്പോ പറഞ്ഞ് ഇന്ന് രാവിലെ വാന്ന് പറഞ്ഞു. എന്നിട്ടും തന്നില്ല. ഇതെന്താണിത്? ചേച്ചി ഒരു സ്ഥലത്ത് പൈസ ചോദിച്ചു വെച്ചിരുന്നാണ്. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചപ്പോ അവര് പറയണ ആ പൈസ എടുത്തു പോയിന്ന്. എന്നോട് നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോ പൈസ തരാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ മേടിച്ചത്? എന്നിട്ട് ഇപ്പൊ 4 ആഴ്ച കഴിഞ്ഞ്. അവസ്ഥയൊക്കെ കുറച്ച് മോശമാണ് ചേച്ചി. കുറച്ച് പൈസ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കിട്ടാനുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് കിട്ടണില്ല, ഒന്നും ശരിയാവുന്നില്ല. നിങ്ങൾക്കൊരു തടിമാടൻ മോനുണ്ടല്ല, അവനോട് പണിക്ക് പോകാൻ പറഞ്ഞിട്ട് എന്റെ പൈസ തരാൻ പറ. അവന് കിട്ടണ അല്ലറ ചില്ലറ പണിക്കൊക്കെ അവൻ പോണുണ്ട്. പിന്നെ പഠിക്കല്ലേ കൊച്ച്. പിന്നെ വീട്ടിലെ ചെലവും താഴെ ഒരു പെണ്ണുള്ളല്ലേ, അവളെ പഠിപ്പിക്കണ്ടേ. ദേ 2 ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. പിന്നെ ഞാൻ പിള്ളേരെയും കൂട്ടി ഇവിടെ വന്നങ്ങോട്ട് ഇരിക്കും. 5000 ഞങ്ങൾക്ക് വെറുതെ കിട്ടണല്ല. എന്റെ പിള്ളേരെ അനുഭവിക്കേണ്ടാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത്ര അത്യാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തന്നത്. ചേച്ചി ഈ ശനിയാഴ്ച ഞാൻ എന്തായാലും തരാൻ ചേച്ചി. പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്ക്. ശരി, ശനിയാഴ്ച എങ്കിൽ ശനിയാഴ്ച. പക്ഷെ ശനിയാഴ്ച എന്നുള്ളത് ഞായറാഴ്ച ആയ പിന്നെ എന്റെ കൊണ അങ്ങോട്ട് മാറും. തരാൻ ചേച്ചി. ചേച്ചി പോയോ അമ്മേ? പോയി. ദൈവമേ, അവരുടെ പൈസ ശനിയാഴ്ചക്കുള്ളൊന്ന് കൊടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ അവരുടെ വായിലിരിക്കണം മുഴുവൻ ഇരുന്ന് കേൾക്കേണ്ടി വരും. അമ്മ എന്തിനാ ശനിയാഴ്ച തരാന്ന് പറഞ്ഞത്? ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് തരാന്ന് പറയായിരുന്നില്ലേ? കാശ് മേടിച്ചിട്ട് 1 മാസം കഴിഞ്ഞ്. അവര് ക്ഷമിക്കണോണ്ട് ഭാഗ്യം. വേറെ വല്ലവരായിരുന്നെങ്കിലാ. ഞാനൊരു 5000 രൂപ എൻ്റെ ആങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കിട്ടണമെങ്കിൽ പുള്ളിക്കാരുടെ കടം അങ്ങോട്ട് തീർക്കാം. അയ്യോ, ദേ തുളസി വല്യമ്മ. എൻ്റെ ദൈവമേ, ഇനി അവരോട് എന്തു പറയും? എന്തായാലും എടുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നീ അങ്ങോട്ട് പോയിക്കോ ചേച്ചി. എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ കാശ് എനിക്ക് ഈ ആഴ്ച തന്നെ കിട്ടണമെന്ന്. അപ്പൊ തരാന്ന് നീയും പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ കാശുമില്ല, എന്നാ ഫോൺ വിളിച്ചാൽ എടുക്കൊന്നുമില്ല. ചേച്ചി ഈ ആഴ്ച പൈസ കിട്ടുമെന്ന് ഓർത്ത സ്ഥലത്ത് നിന്ന് കിട്ടിയില്ല. അതാ ഞാൻ പൈസ തരാത്തത്. 20-ാം തീയതിക്ക് എന്തായാലും തരാ ചേച്ചി. എടിയേ, നിനക്കൊരു കോണമുണ്ട്. പൈസ തരാന്നല്ലാതെ തരൂലാന്ന് നീ പറയൂല. എടി, നിന്റെ അടമൊന്നും എന്റെ അടുത്ത് നടക്കൂല. ഈ തുളസിയുടെ അടുത്ത് എടുക്കാൻ നിക്കണ്ട നീ. 20-ാം തീയതി വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരും. പൈസ തന്നില്ലെങ്കിൽ തനി കോണം നീ കാണും. എന്ത് ചെയ്തിട്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റണല്ലോ മോളെ. എന്ത് ചെയ്യാനാണ് അമ്മേ, കഷ്ടകാലം അല്ലാതെ എന്ത് പറയാൻ. എത്ര രൂപയാണ് ഒരു മാസം പലിശ അടക്കണത്? സ്ഥലം കിട്ടാനുള്ളതാണെങ്കിൽ വിധിയാവണില്ല. അവനാണെങ്കിൽ ഒരു നല്ല ജോലിയും കിട്ടണില്ല. എല്ലാം കൊണ്ട് പെട്ടിരിക്കുകയാണ്. അമ്മേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ് അമ്മേ? നമുക്കൊരു ജ്യോതിഷനോട് സംസാരിച്ചു നോക്കിയാലോ? അമ്മ വിശ്വസിക്കില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട് രേവതിയുടെ അമ്മയില്ലേ, അവരുടെ ബിസിനസ് പ്രശ്നങ്ങളെ കുറിച്ച് ആസ്ട്രോ ടോക്കിൽ ആസ്ട്രോളജറിനോട് ചോദിച്ചത്രേ. കാര്യങ്ങൾ എപ്പോഴാണ് ശരിയാവുക എന്ന് കൃത്യമായി പറഞ്ഞെന്നും അതേ മാസം തന്നെ അതൊക്കെ നടന്നു എന്ന് പറയണ. പിന്നെ രേവതി ഒരു തമാശക്ക് അവൾ ആരെയാണ് കല്യാണം കഴിക്കാന്നൊക്കെ ചോദിച്ച് അതിന്റെ ആൻസർ ഇട്ട് ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയമ്മേ. അയ്യോ, അത് ഞാൻ പിന്നെ പറയാം. ഞാൻ പറയണ എന്താന്ന് വെച്ചാലേ, ഒരിക്കലും നമ്മളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാല. എന്തായാലും വേറെ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ജ്യോതിഷനെയോ അതൊക്കെ ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടി. നമ്മുടെ അവസ്ഥ ഒന്നും മാറാൻ പോണില്ല. നീ പോയി പഠിക്കാൻ നോക്ക്. എൻ്റെ ദൈവമേ, ഈ അവസ്ഥയൊക്കെ എപ്പോഴാണ് മാറുന്നത്? അമ്മേ, എന്താടാ?
ഇന്ന് വന്ന PSC റാങ്ക് ലിസ്റ്റിൽ ഞാനുണ്ടമ്മേ. എന്റെ ദൈവമേ, അടുത്ത തന്നെ ഓർഡർ വരുമായിരിക്കും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോണേന്ന് തോന്നുന്നു. അമ്മേ അഡ്വക്കേറ്റ് ആണല്ലോ. ദൈവമേ, ഒരു പ്രശ്നം തീർന്നപ്പോ അടുത്ത പ്രശ്നം എന്താണെന്നാവോ? നീ ഫോൺ എടുക്കടി. ഹലോ, ആണോ? ശരി ശരി, പറഞ്ഞേക്കാം സാറേ. ശരി അമ്മേ, നമ്മുടെ കേസ് വിധിയായിന്ന്. എന്റെ ദൈവമേ, നിനക്ക് 1 കോടി പ്രണാമം. ഞാൻ പറഞ്ഞില്ല, ഇനി എല്ലാം മാറാൻ പോവാണ്. എടി മോളെ, ആസ്ട്രോടോക്ക് ആപ്പ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റൂന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല കേട്ടാ. പക്ഷെ ഇപ്പോ കറക്റ്റായി. ആഹാ, ഞാൻ നേരം പറഞ്ഞപ്പോ നമുക്ക് വിശ്വാസമായില്ലേ? ഇപ്പൊ വിശ്വാസായി. എടി, ഇതിന്റെ ആൻസർ എന്താ നീ എഴുതിയത്? ഈ ഫസ്റ്റ് വണ്ണിന്റെ ഇതിന്റെ ആൻസർ എനിക്ക് ശരിക്കും കറക്റ്റായിട്ട് അറിയില്ലടാ. ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലുള്ളതാണ്. എനിക്കിത് ശരിക്കും അറിഞ്ഞൂടാ. ഞാൻ എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, അതിലുള്ളതാണല്ലേ. അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടേ എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണ്ടായിരുന്നില്ല. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേടി, അത് നീ പറഞ്ഞു നന്നായിട്ടാ. ഇല്ലേ, എന്റെ തെറ്റിപ്പോയന്. എനിക്ക് തോന്നി നീ അത് പഠിച്ചിട്ടില്ലെന്ന്. സത്യടി, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു 2ആൾക്കും പരീക്ഷ? നല്ലതായിരുന്നു ആൻറ്റി. മോക്ക് നല്ലതായിരിക്കും, ഇവളൊന്നും പഠിക്കാണ്ടാണ് പോയത്. അമ്മക്ക് എന്താണ് എപ്പോഴും അതെ 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. ഞാനാണെങ്കിൽ ഇത്തിരി നേരം പഠിച്ചുകൊണ്ട് ഒന്ന് ഫോണൊന്നും എടുത്തു കഴിഞ്ഞാൽ അപ്പം അമ്മ പറയും ദേ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കണം എന്ന്. പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണെങ്കിൽ നിന്നെ കെട്ടിച്ചു വിടുന്നാണ് ചേട്ടൻ പറയണത്. എന്നെ ഇപ്പൊ ഒന്നും കെട്ടിച്ചു വിടണ്ട. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചേട്ടത്തിയമ്മ വരട്ടെ, എന്നിട്ട് മതി എൻ്റെ കല്യാണം. അവന് ഞാൻ എത്ര ആലോചന കൊണ്ടുവന്നറിയോ മോളെ? ജോലി കിട്ടിയതിനൊക്കെ ശേഷം. അതിന് മുന്നും കൊണ്ടുവന്ന അപ്പൊ ജോലി ആവട്ടെ എന്ന് പറഞ്ഞു. ഓരോ കേസ് കൊണ്ടുവരുമ്പോ പറയും ഫാഷൻ പോരാ, മുടി പോരാ, ഭംഗി പോരാ, പല്ല് പൊന്തിയേക്കണം എന്നൊക്കെ. പിന്നെ ഞാൻ കുറെ ആയപ്പോ പിന്നെ അങ്ങോട്ട് വിട്ട്. ഇനിയിപ്പൊ അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്നറിയില്ല കേട്ടോ, അതൊന്നും ചോദിച്ചു നോക്കണം. ഞാൻ ചേട്ടനോട് ചോദിച്ചു നോക്കാം, ചേട്ടൻ എന്തെങ്കിലും ഇഷ്ടമുണ്ടോന്ന്. ഒരു ദിവസം മോളുടെ കാര്യം ഞാനിവിടെ ഒന്ന് അവതരിപ്പിച്ചായിരുന്നേ. അപ്പൊ ഒരു പാതി സമ്മതം മൂളിയ പോലെയാണ് അവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നിയത്. മോക്ക് എൻ്റെ മോനെ ഇഷ്ടമാണോ? അതാൻറ്റി, ഇഷ്ടമാണ് അല്ലേടി? എന്നാ പിന്നെ ഇനി വേറെ കല്യാണ കേസൊന്നും അവനെ ആലോചിക്കണ്ടല്ലോ. പഠിത്തം കഴിഞ്ഞാ 2 പേരുടെ വേണമെങ്കിൽ ഒരുമിച്ച് കിടത്താം. എനിക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണ് കേട്ടാ. എന്റെ അമ്മോ, അപ്പൊ എല്ലാം സെറ്റായില്ലേ? ദൈവം സഹായിച്ച് എല്ലാം ഇപ്പൊ മംഗളായിട്ട് നടക്കുന്നുണ്ട്. പുതിയ കടമുറി അടുത്ത ആഴ്ച എടുക്കും. അപ്പൊ കടയിൽ പോയിരുന്നാലേ, ഇപ്പൊ ഇവളും കോളേജിൽ പോകും, അവനും ജോലിക്ക് പോകുമ്പോൾ പിന്നെ ഞാൻ കടയിൽ പോയിരുന്ന 10 പൈസ നമുക്കാവൂല്ലാന്ന് ഓർത്തിട്ടാണ്. അവന്റെ ജോലിയിൽ കയറി കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങളെ കടങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങി. പിന്നെ എൻ്റെ മനസ്സിൽ അവൻ്റെ കല്യാണം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഓക്കെ ആകുകയും ചെയ്തു അല്ലേ മോളെ? എന്തായാലും നിങ്ങൾ രണ്ടും സംസാരിച്ചിരിക്കും, ഞാനിപ്പോൾ വരാം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നടക്കാൻ പോണത്. എൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട്, എൻ്റെ ചേട്ടത്തിയമ്മയായിട്ട് നീ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കാം. അന്നേരം എന്ത് സന്തോഷമായിരിക്കും അല്ലേ? അല്ലേ? ഇവക്ക് മാത്രം എല്ലാം അങ്ങോട്ട് ഉണ്ടായി കൊടുക്കേണ്ട ആവശ്യമൊന്നും എൻ്റെ ഭർത്താവിനില്ല. നിന്റെ ഭർത്താവ് ആവണേന് മുന്നേ എൻ്റെ ചേട്ടനായിരുന്നു. അപ്പൊ എനിക്ക് തന്നേനും കുഴപ്പമൊന്നുമില്ല. കെട്ടിച്ചു വിട്ടാ വീട്ടിലോട്ട് പിന്നെയും വന്ന് പൈസ ചോദിക്കണത് അത്ര അന്തസ്സുള്ളവർ ചെയ്യണതല്ല. അമ്മ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കണത്? ഞാൻ എന്ത് പറയാനാണ്? അമ്മക്കപ്പൊ ഒന്നും പറയാനില്ലല്ലേ? എൻ്റെ അമ്മായിയമ്മയുടെ അങ്ങനായിരിക്കും ഇങ്ങനെ പറയണത്. എന്നാ പിന്നെ എൻ്റെ കഥ തീർന്ന്, പിന്നെ ഒന്നും നോക്കണ്ട. അമ്മ ഒരു പാവായതുകൊണ്ടാണ് ഇവളിങ്ങനെ കിടന്ന് നെകളിക്കണത്. ഞാൻ എന്താടി പറയേണ്ടത്? നീ കണ്ടുപിടിച്ചല്ലേ നിന്റെ ചേട്ടന്റെ ജീവിതത്തിലോട്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിനാ. ഞാൻ അതിനകത്ത് ഇനി എന്ത് പറയാനാണ്? ഇത്രയും വർഷമായിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് അമ്മേ. ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ആ സൗഹൃദം എന്നുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ വീട്ടിലോട്ട് വന്നു കയറിയപ്പോല്ലേ അത് രാക്ഷസിയായിരുന്നു മനസ്സിലായത്.
ഇനി അതൊന്നും നിനക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പൊ അവന്റെ പേരിലല്ലേ ഈ വീടും പറമ്പും കൂടി. അപ്പൊ പിന്നെ ഇവള് പറയണത് നീ കേക്കണ്ട വരും. അവള് പറയണത് അമ്മ കേട്ടാ മതി, എന്നെ കേക്കാൻ കൂട്ടു വിളിക്കണ്ട. ഞാൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞോളാം. നീ പറയണതിന് മുന്നേ അവളെല്ലാം വിളിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ടാവും. ഇടക്കൊക്കെ ഓരോ കാര്യങ്ങളും ഇവിടെ നിസാര കാര്യം നടക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ അവൻ അറിയണത്, ദൈവമേ സിക്സ് സെൻസ് ആയിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെയല്ലേ മനസ്സിലായത് ഇവളെല്ലാം വിളിച്ചങ്ങോട്ട് അറിയിക്കാണ്. ഒരു CID ഇവിടെ നിർത്തിയിട്ടാണ് അവൻ ദുബായിക്ക് പോയത്. നല്ലൊരു ജോലി ഉണ്ടായിരുന്നല്ലേ ചേട്ടന്, എന്നിട്ട് വല്ല ആവശ്യമുണ്ട് ഇവിടെ നിന്ന് ലീവ് എടുത്ത് അവിടെ ദുബായി പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കണ്ട്? ആ അതും ഇവക്ക് വേണ്ടിയല്ലേ അവൻ പോയത്. ഇവിടുത്തെ ശമ്പളം മതി മതി എന്ന് ഒരു 10,000 വട്ടം ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ പറ്റൂല, ഇവക്ക് അതൊന്നും തികയണില്ല അത്രേ. പറഞ്ഞിട്ടും കാര്യമില്ല, ഇവളുടെ ആങ്ങളെയും അതുപോലെ തന്നെയല്ലേ, നല്ല മാനിക്കാത്തൊരു ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. അത് 5 വർഷത്തെ ലീവ് എടുത്തല്ലേ പുള്ളിയും കാനഡക്ക് പോയത്. ഉണ്ടായിരുന്ന ഒരു കടയും കൊടുത്ത് അതും ഇവള് പറഞ്ഞിട്ടല്ലേ, കൊച്ചു നോക്കാൻ ആരുമില്ല, അമ്മ വീട്ടിലിരിക്കും കുടുംബത്തിരിക്കുന്നു പറഞ്ഞു. 10 രൂപ കയ്യിലെടുക്കാനില്ലാണ്ടായി. എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ എന്ത് പൈസ വേണമെങ്കിലും ഇവളോട് ചോദിക്കണം. എന്താണ്, ഇവളുടെ പേരിലോട്ടാണല്ലോ അവനെ അയച്ചു കൊടുക്കണത്. ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ ഇത്തിരി ഒച്ച കുറച്ച് പറയേണ്ടത് ഒരു മര്യാദയാണ്. ഞാനതിന് കുറ്റമല്ല പറഞ്ഞത്, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എടി ഞാൻ ചേട്ടനെ വിളിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ നിന്നെ വിളിച്ചോളും. നീ പോവാൻ നോക്ക്. എടി മോളെ, നമുക്കെല്ലാം ശരിയാക്കാം, നീ പോവാൻ നോക്ക്. എന്ത് ശരിയാകാൻ? വീട്ടിന്റെ പണി തുടങ്ങിയപ്പോ ഞാൻ അമ്മനോട് പറഞ്ഞല്ലേ കുറച്ച് പൈസ സഹായിക്കണോട്ടാന്ന്. അപ്പൊ അന്നേരം അമ്മ പറഞ്ഞ ശരിയാക്കാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ആയാ? എന്റെ അവകാശമല്ലേ ഞാൻ ചോദിക്കണുള്ളൂ, അല്ലാണ്ട് അവകാശം നന്നായി ഞാൻ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വരൂല അമ്മ ഇങ്ങട്. നിന്റെ കല്യാണത്തിന് എന്റെ ഭർത്താവ് പറയാണ്ട് തന്നെ ഞാൻ ഒരു മാലയും 2 വളയും നിനക്ക് തന്നിരുന്നു. എങ്ങനെയെങ്കിലും ശല്യ വീട്ടിൽ നിന്ന് പോട്ടേന്ന് ഓർത്താണ് അത് ചെയ്തത്. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് 1 വർഷമായില്ല, അപ്പോഴേക്കും തിരിച്ചു വന്നേക്കാണ് പിന്നെ അവകാശം ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? തരണോ? നീ പറയാനായിട്ടൊന്നും എനിക്ക് 100 പവൻ തന്നിട്ടാണ് എന്നെ ഇവിടെ നിന്ന് കെട്ടിച്ചുവിട്ടേന്ന്. വെറും 12 പവനല്ലേ തന്നത്. അതാണെങ്കിലും ചേട്ടൻ തന്നില്ലേ, അല്ലാണ്ട് നിനക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയോന്നല്ലല്ലോ അത്. ഈ വീടേ ഞങ്ങളുടെ അച്ഛന്റെ പേരിലായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ പേരിലോട്ടാക്കി. ഇത് കഴിഞ്ഞ് എന്റെ കല്യാണം നടത്താമെന്നും പറഞ്ഞിട്ട് ലോൺ എടുക്കാൻ എപ്പോഴും അമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചേട്ടന്റെ പേരിലോട്ടാക്കി. ഇതിന്റെ പിന്നിലൊക്കെ ആരാന്ന് എനിക്കറിയാം. അതിന്റെ പിന്നിൽ ഞാനാന്നല്ലേ നീ പറഞ്ഞു വന്നത്. നീ അങ്ങനെ എന്നെ പറഞ്ഞോടി, എനിക്ക് നീ അങ്ങനെ പറഞ്ഞ ഒരു ചുക്കുമില്ല. മോളെ രേവതി, നിങ്ങളുടെ കല്യാണത്തിന് അച്ഛന് കേസിന് കിട്ടിയ പറമ്പ് വിറ്റിട്ടാണ് നടത്തിയത്. അന്ന് പറഞ്ഞ് ബാക്കി പൈസ അക്കൗണ്ടിൽ ഇട്ടേക്കാ, ഇവളുടെ കല്യാണം വരുമ്പോൾ എടുക്കാമല്ലാന്ന്. അത് കഴിഞ്ഞ് ഇവളുടെ കല്യാണം 2-3 കൊല്ലം കഴിഞ്ഞ് ഇവളുടെ കല്യാണം ആയപ്പോഴേക്കും പറഞ്ഞ് പൈസ ഒന്നുമില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെയല്ലേ ലോൺ എടുത്തത്, ഈ പറമ്പും വീടും വെച്ചുണ്ട്. ലോൺ തീരുമ്പോൾ എൻ്റെ പേരിലോട്ട് ആക്കി തരാമെന്നും പറഞ്ഞ് അതും ഇതുവരെ കണ്ടില്ല. അതിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല, അതൊക്കെ ചേട്ടനോട് ചോദിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞാലേ എനിക്ക് ഈ വീടിന്റെ അവകാശം തരേണ്ടി വരും എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടല്ലേ എന്റെ കല്യാണം എന്ന് പറഞ്ഞ് ലോൺ എടുപ്പിച്ച ചേട്ടനെ കൊണ്ട്. എന്തായാലും നിനക്കൊരവകാശം ഇവിടെ നിന്ന് തരേണ്ടാണ്. അതിപ്പോ പറമ്പായിട്ട് തരാൻ പറ്റിയില്ലെങ്കിൽ അവൻ പൈസ ആയിട്ട് തരും. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്തിട്ടാണ് ഞാൻ ചെയ്യണേ? ആരും ഒന്നും ആരെയും പറഞ്ഞൊന്നും മനസ്സിലാക്കിക്കണ്ട, ചേട്ടനറിയാമെല്ലാം. എടി രേവതി, എനിക്ക് നക്കാപ്പിച്ച പൈസ തന്ന് എന്നെ ഒഴിവാക്കാൻ നീ വിചാരിക്കേ വേണ്ട. അല്ലടി, ഞാൻ ഈ കാണുന്ന മുഴുവൻ നിനക്ക് അങ്ങോട്ട് എഴുതി തരാം, നീ കൊണ്ടുപോയി സൂയിക്ക്. ഞാനും എന്റെ മോനും കൂടി തെരുവിലോട്ട് ഇറങ്ങാം. മോളെ പ്രിയേ, അവൻ ലീവിന് അടുത്ത മാസം അവസാനം വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നീ പ്രിയേഷനെയും കൂട്ടി ഇങ്ങോട്ട് വാട്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കല്ല. ഇതൊന്നും സംസാരിക്കാൻ വിളിച്ചാ പുള്ളി വരൂല. പിന്നെ പുള്ളി വന്നത് സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ ഇത്. പ്രിയേഷിന് നാണവും മാനവും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് ഈ കാര്യം ചോദിച്ചു വരൂല. നാണവും മാനവും ഇല്ലാത്തവര് വരും. നീ എന്താടി ഇങ്ങനെ? നിന്റെ സ്വഭാവം എന്താണ്? എന്ത് സ്വഭാവമാണ് നിന്റെ? അയ്യോ, ഈ പറഞ്ഞ നിനക്ക് നല്ല സ്വഭാവമുള്ള. എത്ര പേരെ തേച്ചിട്ടടി നീ പറഞ്ഞ പ്രിയേഷിനെ കല്യാണം കഴിച്ചത്? അമ്മക്കറിയോ, ഇവക്ക് 5 ലൈൻ ഉണ്ടായിരുന്ന കല്യാണത്തിന് മുന്നേ. ഒരെണ്ണം +2-ന്, 2 ഡിഗ്രിക്ക് പഠിക്കുമ്പോ, ഒരെണ്ണം വീടിന്റെ അടുത്ത്, ഒരെണ്ണം ട്യൂഷൻ ക്ലാസ്സിലും. പ്രിയേഷിന്റെ കല്യാണാലോചന വന്നപ്പേ ഈ 5 എണ്ണത്തിനെയും ഒറ്റ ദിവസം കൊണ്ട് തേച്ചവളാണ് ഇവള്. അതിനകത്തൊരു പോലീസുകാരൻ ഉണ്ടായിരുന്നു, അയാള് പോണേ ഉണ്ടായിരുന്നില്ല. അവസാനം കല്യാണത്തിന്റെ തലേന്റെ ദിവസം ഞങ്ങള് മൈലാഞ്ചി ഇടാനാ
ബ്യൂട്ടി പാർലർ അങ്ങനെ എന്തോ പോണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോയിട്ട് അയാളുടെ കാലും കയ്യും പിടിച്ചിട്ടാണ് അയാള് കല്യാണത്തിന് വന്ന് പ്രശ്നം ഉണ്ടാക്കൂലെന്ന് പറഞ്ഞത്. ഓ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ ഇവള്? അറിഞ്ഞൂടെ നമ്മക്ക്. അതാണ് എന്താടി പ്രിയ കേക്കണത്? അതും അമ്മേ, അത് മാത്രല്ല അമ്മേ, മിക്ക ദിവസവും എന്റെ വീട്ടിലോട്ട് അല്ലെങ്കിൽ എന്റെ ഒപ്പം വന്നെന്നും പറഞ്ഞ് ഇവള് ഇവിടുന്ന് പോരും. പക്ഷെ എന്റെ ഒപ്പം വരാറൊന്നുമില്ല, ഞാൻ എന്റെ വീട്ടിലിരിക്കും. അവൾ എവിടെയെങ്കിലൊക്കെ കറങ്ങാനൊക്കെ പോകും. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവള് നിൽക്കാൻ മതിയാക്കിയത്. കാരണം ഞാൻ ഇവിടെയല്ല, അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റൂല അങ്ങനെ. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവള് അവിടേക്ക് വന്നിരുന്നു. ഒരു ട്രൗസർ ഇട്ട ചെക്കൻ്റെ ഒപ്പം കാറിനാണ് വന്നത്. അതാരാന്ന് ശരിക്കും എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല, ചേട്ടനാന്ന് കൂടെ ഉള്ളോണ്ടേ. അത് ഈ 5 പെടാത്ത ഒരാളാണ്. മതി, നീ അത്ര പതിവ്രതൊന്നും ചമയണ്ട. നിനക്കുണ്ടായിരുന്നല്ലേ പ്രേമങ്ങള്, എന്നിട്ട് എല്ലാ പ്രേമം മതി, എനിക്ക് നിന്റെ ചേട്ടനെ മാത്രമാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ ഇഷ്ടം ഞാൻ ചേട്ടനെ കൂടെ സമ്മതിപ്പിച്ചത്. ശരിക്കും പറഞ്ഞ ചേട്ടനെ ഇവളെ ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഞാനാണ് ഓരോന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചത്. പിന്നില്ലമ്മേ, ചേട്ടന്റെ കൂട്ടുകാരൻ ഒരു ശ്രീരാജ് ഇല്ലേ, പുള്ളിനെ ഒരു പെണ്ണ് ഫോണിൽ വിളിച്ച് സംസാരിച്ച് പറ്റിച്ചെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരിയാണ് ഈ പുള്ളിക്കാരി. ഇവളാണ് അന്ന് വിളിച്ച് സംസാരിച്ചിരുന്നത്. അത് ചേട്ടനും ഇതുവരെ അറിയില്ല. പിന്നില്ലമ്മേ, മതി നിർത്ത്. നിങ്ങളെ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നെന്ന് എനിക്കറിയാം. അപ്പൊ രണ്ടുപേരുടെ രഹസ്യവും രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാം. വെറുതെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചിവിടെ ഇല്ലാത്ത ഭാഗ്യം, ഇല്ലെങ്കിൽ ആ കൊച്ചിതൊക്കെ കേൾക്കൂലായിരുന്നാ? എടീ, ആ കൊച്ചു നിന്നെ പ്രിയാമ്മന്ന് തികച്ച് വിളിക്കൂല, അത്രക്ക് ഇഷ്ടമാണ് നിന്നെ. സ്വന്തം അമ്മനേക്കാൾ ഇഷ്ടമെന്ന് പറയാം. ആ കൊച്ചിന്റെ അമ്മനെ പറ്റി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ആ കൊച്ചു കേട്ട് കഴിഞ്ഞാ അതിന് നിന്നോട് ഇഷ്ടം ഉണ്ടാവൂ? പിന്നെ നീ രേവതി, എന്തൊക്കെയാണെങ്കിലും കല്യാണം കഴിഞ്ഞിപ്പോ സ്നേഹത്തോടെ എൻ്റെ മോനെയൊക്കെ സ്നേഹിച്ച് ജീവിക്കല്ലേ നീ. അപ്പൊ ഇനി രണ്ടുപേരും പല്ലിന്റെ ഇടകുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കണ്ട. ഞാൻ പോണമ്മേ. നിങ്ങളെല്ലാരും കൂടി തീരുമാനിച്ചിട്ട് എന്താന്ന് വെച്ചാ എന്നെ വിളിച്ചറിയിച്ചാ മതി. എടീ, പ്രിയമ്മ പോണേണാ? പോവേടെ മുത്തേ, പിന്നെ വരാട്ടാ. നിങ്ങൾ രണ്ടുപേരും എന്തിനാ എപ്പോഴും തല്ലൂടണ? ഞാൻ കേട്ടൊച്ച. അതൊന്നുമില്ല പൊന്നാ. കഴിഞ്ഞ ദിവസം എൻ്റെ ടീച്ചർ ചോദിച്ച് ശിവക്കാരനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പം ഞാൻ പറഞ്ഞേ എൻ്റെ 2 അമ്മമാരാണ്. ദേ, ഈ മിഠായി നിങ്ങൾ എടുത്തോ, ഇനി തല്ലി പിടിക്കല്ലേ. ഇനി തല്ലുടിക്കൂല. അല്ലേ രേവതി? അതെ.